ഞാനൊക്കെ എന്നെ കാണാനായിട്ട് ഭയങ്കര സൗന്ദര്യം, എന്തൊന്നില്ലാത്തൊരു സൗന്ദര്യം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തായിരിക്കും കാര്യം, എന്താണ് ഇത്ര പെട്ടെന്നൊരു സൗന്ദര്യം ഒന്ന്. ഇത് നോക്കിക്കേ, പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഞാനിത് കണ്ടത്. 36 കോടിയുടെ ഒരു വെട്ടത്തിനടിയിൽ. ഹലോ ബോയ്സ്, നമ്മളപ്പോൾ 36 കോടി രൂപ ചെലവിൽ നവീകരണം നടത്തിയ നമ്മളുടെ വൈപ്പിൻ മുനമ്പം സംസ്ഥാന പാതയിലൂടെ ഒന്ന് നടക്കുവാണ്ട. ലൈറ്റുകളും മറ്റ് കുറേ പരിപാടികൾ അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് എൻ്റെ നാടായ ഇടവനക്കാടാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്തെല്ലാം മായകളാണ് മന്ത്രങ്ങളാണ് സംഭവിച്ചേക്കണത് നമുക്ക് നോക്കാം. നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് നമ്മുടെ പുളിക്കനാട്ട് ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ 36 കോടി ഒരു ചിലവഴിച്ചെന്ന് പറയുന്നത് ഈ പറയുന്ന ലൈറ്റുകൾക്കും പിന്നെ അതുപോലെ തന്നെ റോഡിലുള്ള ഈ മാർക്കിങ്സ് മറ്റു കാര്യങ്ങൾക്കും പിന്നെ ബസ് സ്റ്റോപ്പുകളുടെ നിർമ്മാണം പിന്നെ കാണകളുടെ മേക്കിങ് ഇതിനൊക്കെ കൂടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ അറിവുകൾ കുറച്ച് തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയണോട്ടോ ഇന്നതും കൂടി ഉണ്ടെന്ന്. തയ്യെഴുത്തോടി ബസ് സ്റ്റോപ്പിലാണ്. തയ്യെഴുത്തോടി ബസ് സ്റ്റോപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ലക്ഷോറിയസ് ആയിട്ടുള്ള നമ്മുടെ ബസ് സ്റ്റോപ്പാണ്. അതിൻ്റെ അവസ്ഥ നോക്കിയേ, നാളെയാണ് ഉദ്ഘാടനം. എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് നവീകരണത്തിലുണ്ട്. ഈ റോഡിലുള്ള ലൈറ്റുകളും പിന്നെ അതുപോലെ തന്നെ സിഗ്നൽ സിസ്റ്റവും ഈ പറയുന്ന ബസ് സ്റ്റോപ്പൊക്കെ. അപ്പോൾ അതിൽ കണ്ടൊരു ബസ് സ്റ്റോപ്പാണ് തയ്യെഴുത്തുപടിയിൽ നിങ്ങളിപ്പോൾ ഈ കണ്ടത്. ഇത് നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം എന്നൊക്കെ പറയുന്നുണ്ട്, മന്ത്രി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്നും ഒരു പിടുത്തില്ല കേട്ടോ. ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ലൈറ്റുകളുടെ ഒരു എഫിഷ്യൻസി നമുക്ക് രാത്രി കാണാം. ടോപ്പ് മോസ്റ്റിന് മുമ്പിലാണ് അതെ കാണാൻ നോക്കി നിങ്ങൾ കാണാണ്ട. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാണില്ല. ഇതിപ്പോൾ ഇടവനക്കാട് സെൻറ് അംബ്രോസ് പള്ളിയുടെ മുമ്പിലാണ്ടോ. അപ്പോൾ ഇതേപോലെ വൈപ്പിൽ ഒരുപാട് സ്ഥലത്ത് ഈ അപാകതയുണ്ട് കണ്ടോ. ഇവിടെ കാണയില്ല. ഇതിപ്പോൾ പണിയുമ്പോൾ ഒരുമിച്ച് എല്ലായിടത്തും പണിയണ്ടേ. ഇത് എന്ത് ടെക്നോളജി അങ്ങനെ ഒരു പിടുത്തമില്ല. 5:55 ആയപ്പോഴേക്കും നമുക്ക് ലൈറ്റൊക്കെ വന്നിട്ടാ. ഇത് അപ്പുറമാണെങ്കിൽ സൂര്യേട്ടനുണ്ട്. അപ്പോൾ ഈ കാണുന്നാണ്ട നാളത്തെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പോസ്റ്ററും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ പുളിക്കാനാട്ട് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നത് 5 മണിക്ക്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇടവനക്കാട് എത്തിയപ്പോൾ അവിടെ ലൈറ്റില്ല കേട്ടോ. അതും എന്താണെന്നൊരു പിടുത്തമില്ല. അപ്പോൾ ഇതാണ്ട ഞാറക്കൽ അവസ്ഥ. സെൻറ്റർ ലൈറ്റ് എത്തുന്നില്ല. പിന്നെ അതുപോലെ തന്നെ പല ലൈറ്റുകളും ഇന്ന് ഓണായിട്ടില്ല കേട്ടോ. ചിലപ്പോൾ നാളെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഓണാക്കാൻ വെച്ചേക്കണമെന്നും ഒരു പിടുത്തമില്ല കേട്ടോ.